ഹലോ, നമുക്ക് എളുപ്പത്തിലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മുട്ട നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് നന്നായി കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇതെൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ടി വിയിലൊരു കുക്കറി ഷോയിൽ കണ്ടതാണ്. അന്ന് ആ ചേച്ചിൻ്റെ പേര് പറഞ്ഞത് കൊട്ടപ്പെന്നോ എന്തോ ആണ്. അപ്പോൾ ഞാനിതിവിടെ ഇടയ്ക്ക് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്ക് ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ നമുക്ക് നന്നായി കുഴച്ച് കൊടുക്കാം. അപ്പം അതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിക്കൊക്കെ ഉരുളാക്കില്ലേ അതുപോലെ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ കനം കുറച്ച് നമുക്ക് പരത്തി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം ഇതേ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ ചൂടായ ശേഷം ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ നമുക്കിത് നന്നായി വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് കറുമുറ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കട്ടൻ ചായേൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് മക്കൾക്കായാലും ഒക്കെ ഇത് കട്ടൻ ചായയുടെ കൂടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഒരു മുട്ടയും കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.